ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. PMR ഫുഡിയാണ്. PMR ഫുഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണോ. മലപ്പുറത്തിൻ്റെ സ്പോട്ട് നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തുന്നതിൻ്റെ ആവശ്യമില്ല, അത്ര ഫേമസ് ആണ്. ഷവായ ഹബിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കസിൻസും ബ്രദേഴ്സൊക്കെ കൂടിയിട്ട് പാലക്കാട് പോയി മടങ്ങിയ സമയത്ത് ഞങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഓൾറെഡി വിളിച്ച് സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഓൾറെഡി ഫുള്ളായി കിടക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചൊരു വെയിറ്റിംഗ് വന്നു. ഷവായുടെ കാര്യത്തിൽ കിങ് തന്നെയാണ് ഷവായ ഹബ് എന്ന് പറയാം. അത്ര ടേസ്റ്റിൽ അടിപൊളി ഷവായാണ്. എല്ലാം ഇങ്ങനെ റെഡി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയ തിരക്കുണ്ടെങ്കിലും സീറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ കിട്ടി. സീറ്റ് കിട്ടിയതും അപ്പോൾ തന്നെ ആൾ വന്നിട്ട് എന്തൊക്കെയാണ് വണ്ടി ഓർഡർ ചെയ്ത് നമ്മൾ ഷവായ അതിൻ്റെ കൂടുതൽ റൈസ് കാര്യങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത് അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു റൊട്ടി കാര്യങ്ങൾ വരാറുണ്ട്, 2 ദിവസം റൈസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റ സംഭവം ഓർഡർ ചെയ്തിട്ടുള്ളൂ. അധികം വെയിറ്റ് ചെയ്യണമെന്നില്ല. സാധനമൊക്കെ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ സ്മെല്ല് ഇങ്ങനെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ടോ. ഷവായ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഷവായ തന്നെയാണ് ഇത്. ഷവായ ഹബിലെ ഷവായ ഇതിന് മുമ്പ് ശേഷം പലതും കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടേസ്റ്റ് കാര്യം എനിക്ക് കിട്ടിയില്ല. എത്ര പേർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് കാര്യം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇതിൻ്റെ കമൻറ്റ് ചെയ്താൽ അറിയിക്കണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും മലപ്പുറം വഴി പോകുമ്പോൾ എന്തായാലും അവിടെ കയറി കഴിക്കണം. മലപ്പുറത്ത് മാത്രമല്ല വേറെ ഒരുപാട് സ്ഥലത്ത് ഔട്ട്ലെറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് നിങ്ങൾ കഴിച്ച് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടും. അടിപൊളി നല്ല സോഫ്റ്റ് ജ്യൂസി ആയിട്ടുള്ളൊരു ഷവായ ആയിരുന്നു. ഇതേപോലെ ഷവായ മുമ്പ് കഴിച്ചിട്ടേ ഇല്ല. കഴിച്ചത് നിഹാദൊക്കെ തന്നെ, നമ്മൾ നെയ്ഫ് ഓഫ് നിഹാദൊക്കെ തന്നെ കഴിച്ചിട്ട് മിയ അടിപൊളി സംഭവം എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും കഴിക്കേണ്ട തിരക്കിലാട്ടോ. അതിൻ്റെ ടേസ്റ്റോടെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. കിങ് അക്കൗണ്ടൊക്കെ ചോദിച്ചപ്പോൾ തന്നെ പറയാനൊന്നും നേരമില്ല, എന്നാലും ഇടയിൽ കൂടെയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അതുണ്ടല്ലോ അവരൊക്കെ കഴിക്കുന്നിട്ട് എനിക്ക് വായിൽ വെള്ളം വരുമായിരുന്നു. അപ്പോൾ പിന്നെ ആ വീഡിയോ ഞാൻ അധികം നേരം എടുക്കാൻ നിന്നിട്ടില്ല. ഞാനും തന്നെ വേഗം എൻ്റെ പ്ലേറ്റത്ത് കാലിയാക്കാൻ നോക്കിയിട്ടുണ്ടോ. ഇതിൻ്റെ റൈസിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും ഷവാന ടേസ്റ്റിന് ഒന്നും അൺകോംപ്രമൈസ്ഡ് ആണ്. അതിൻ്റെ കൂടെ ലാസ്റ്റ് മൊജിറ്റൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത്രയും ആൾ കഴിച്ചിട്ട് വന്ന ബില്ല് എന്ന് പറഞ്ഞത് വളരെ നിസ്സാരമായിട്ട് വെറും 1410 രൂപ മാത്രം കേട്ടോ. ചെറിയ എമൗണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അടിപൊളി സംഭവമാണ്. അപ്പോൾ എന്തായാലും മലപ്പുറം പോയി പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. എന്തായാലും സ്പോട്ട് മറക്കണ്ട. മലപ്പുറം മുണ്ടുപറമ്പിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ബൈപ്പാസിലായിട്ടാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളിപ്പോൾ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.